അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട്. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് NSSുമായി കൈകോർത്ത് 5 മാസത്തിനുള്ളിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങളും അതിൻ്റെ നിർമ്മാണ പദ്ധതികളിൽ പങ്കുചേർന്നു. അത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം അവരുടെ കൂടെ ഒരു പങ്കാളിയായി, ആ കുടുംബത്തിലൊരു അംഗമായി മാറി. അവരുടെ വേദനകളും ഞങ്ങളുടെ വേദനകളായി ഞങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം അത് വിവരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം എനിക്ക് പ്രദാനം ചെയ്തത് തണൽക്കൂട്ടാണ്. അപ്പോൾ തണൽക്കൂട്ടിന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. ഈ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റു കുട്ടികൾ തണൽക്കൂട്ടിനെ മാതൃകയാക്കി വരികയും തണൽക്കൂട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആകർഷകമാക്കുകയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ ക്യാമ്പസിന് തന്നെ ഈ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മൊത്തം ഒരു പുതിയൊരു സ്നേഹമയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നതായിട്ട് തണൽക്കൂട്ടിന് കാണാൻ സാധിക്കുന്നു. മലപ്പുറം ജില്ലയുടെ സിരകളിൽ എന്നുമുള്ള കളിയാണ് ഫുട്ബോൾ. അതിവിടുത്തെ ജനതയുടെ വികാരമാണ്. ഈ സ്റ്റേഡിയം അതാണ് വിളിച്ചു പറയുന്നത്. പയ്യനാട്ട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ സ്റ്റേഡിയത്തിൽ അന്തർദേശീയ നിലവാരമുള്ള നിരവധി മത്സരങ്ങൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. നഗരവും ഗ്രാമവും കൈകോർക്കുന്ന വികസന പദ്ധതികൾക്ക് ജനഹിതമറിഞ്ഞുള്ള കയ്യൊപ്പ്. ഗതാഗത രംഗത്ത് നൂറുകണക്കിന് കിലോമീറ്ററുകൾ പുതിയ റോഡുകൾ നിർമ്മിക്കുവാനും അതേപോലെ തന്നെ പഴയ ഗതാഗതയോഗ്യമല്ലാത്ത റോഡുകൾ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തത് മൂലമുള്ള വളരെയധികം പ്രയാസങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 2 ഏക്കർ സ്ഥലവും അതേപോലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് സ്ഥലവും ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വാതക ശ്മശാനത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു വരികയാണ്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വയം തൊഴിൽ പരിശീലനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നിരവധി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും സ്ത്രീകളുടെ സാമൂഹികമായ ഉയർച്ചയ്ക്ക് സഹായകരമായ തൊഴിൽ കൂട്ടായ്മകൾക്കും അവസരങ്ങൾ ഒരുക്കി നൽകിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ വിശാലമായ മറ്റൊരു ലോകം തീർക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഓരോ പൂവിനെയും അറിയുന്ന വണ്ടിന്റെ ഉണർവ്, അതിൻ്റെ ഉത്സാഹം, ആ കർമ്മകുശലതയും സൂക്ഷ്മജ്ഞാനവും ചേരുന്ന സങ്കല്പമാണ് ഓരോ വികസനത്തിനെയും ചേതോഹരങ്ങളാക്കി മാറ്റുന്നത്. സൂര്യവെളിച്ചത്തിന്റെ സാധ്യതകൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഈ സോളാർ പാനലുകൾ പരത്തുന്ന വെളിച്ചം ദീർഘദർശനത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുന്ന പഞ്ചായത്തിന്റെ മികവിന്റെ തെളിവും ആ ഉത്സാഹം പകരുന്ന വെളിച്ചവും കൂടിയാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും സോളാറിലേക്ക് വന്നു കഴിഞ്ഞു. ആ സോളാറിൻ്റെ വെളിച്ചം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ മുഴുവൻ ഓഫീസുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബദൽ ഊർജ്ജ മാർഗം തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ബദൽ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ആരോഗ്യമേഖലയിൽ കാലം ആവശ്യപ്പെടുന്ന അനേകം പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വരും കാലത്തിനും കാവൽ നിൽക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന ഒരു സ്വപ്നം ഇന്ന് ഗവൺമെൻറ് അടക്കം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒപ്പമുള്ള മറ്റുള്ള മന്ത്രിമാരുമൊക്കെ തന്നെ ഇതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നത്തെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ നമ്മളോടൊപ്പം കൂടിയിരിക്കുകയാണ്. റോഡും തോടും പാലവും മാത്രമല്ല വികസനം, അതിനപ്പുറത്തേക്ക് നമ്മളുടെ നാട്ടിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആനുകാലികമായി നമ്മൾ കണ്ടുവരുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിന്റെ വികസന സാധ്യതകളെ പരമാവധി കണ്ടെത്തുന്നു.
അരികിൽ നിൽക്കുന്നതിനെ തഴയുകയല്ല, കണ്ണു തുറന്ന് കാണുകയാണ് ഇവർ. പ്രബുദ്ധനും മഹാശയനും 3 ലോകങ്ങളും നേരിൽ കാണുന്ന സർവസാക്ഷിയായ സൂര്യൻ ഇവർക്കുമേൽ ചൊരിയുന്ന പ്രകാശം മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമാണ്. അത് ഇടവേളകളില്ലാതെ ഒഴുകട്ടെ. ഓടിത്തളർന്ന പ്രതീക്ഷകൾക്കും വേരുപൊട്ടിയ വിഷാദങ്ങൾക്കും മേൽ അത് നിറഞ്ഞു പരക്കട്ടെ. പുതിയ കാലം പുതിയ ഭാവം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Virgin Plus Extra Virgin Coconut Oil.